തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, എപ്പോഴാണ് സംഭവം? വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണോ? തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം അത് ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? അഞ്ചു തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള രാജധാനി ബിൽഡിംഗിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരശാലയുടെ ഗോഡൌണിലാണ് തീ പിടിച്ചിരിക്കുന്നത്. വലിയ തീപിടുത്തം എന്ന് തന്നെയാണ് പ്രാഥമികമായി നൽകാനുള്ള വിവരം. 4 യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്താകെ പുക വ്യാപിച്ച അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വലിയ തീപിടുത്തം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി പറയാനാവുക. ഗോഡൌണിനകത്ത് തുണി സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുണി ഇപ്പോഴും നിന്ന് കത്തുകയാണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാകാനാവുന്നത്. എന്തായാലും വലിയ തീപിടുത്തമാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായി പറയാനാവുക. പ്രദേശമാകെ ഇപ്പോൾ പുക വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇപ്പോഴും തീവ്രമായി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജിതിൻ, രാജധാനി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നിരവധി കടകൾ അതിനുള്ളിൽ തന്നെയുണ്ട്. മറ്റു കടകളിലേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? മറ്റ് കടകളിലേക്ക് തീ പടരാനുള്ള സാഹചര്യം നിലവിലില്ല എന്നാണ് ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയം മുമ്പാണ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്ത് തുണി ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ്. അതിനു മുമ്പ് തന്നെ തീ അണയ്ക്കാനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. തുണി നിന്ന് കത്തുന്ന അവസ്ഥയാണ് എന്നാണ് ഫയർഫോഴ്സ് അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇങ്ങോട്ട് വരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരശാലയുടെ ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നത്. ഈ രാജധാനി ബിൽഡിംഗിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ ഗോഡൌൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് മറ്റ് കടകളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് മറ്റ് ഇടങ്ങളിലേക്ക് ഇത് പടരാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ജിതിൻ, ഈ ഗോഡൌണിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അറിവായിട്ടില്ല. അല്പസമയം മുമ്പ് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഈ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോഡൌണിന് അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ടില്ല. ഫയർഫോഴ്സ് അധികൃതർ മാത്രമാണ് അവിടെ ഉള്ളത്. അതിനാൽ തന്നെ ഗോഡൌണിനകത്ത് ആളുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. എന്തായാലും തീവ്രമായ ശ്രമം തന്നെയാണ് ഇപ്പോൾ തീ അണയ്ക്കാനായി പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അഞ്ചു, നിലവിൽ അകത്ത് ആളുകളുണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ല. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നുമില്ല. നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുറത്തുനിന്നും വെള്ളമടിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്ത് ആളുണ്ടായിരുന്നു എന്ന കാര്യം ഇപ്പോൾ നമുക്ക് അറിവായിട്ടില്ല. അല്പസമയം മുമ്പ് മാത്രമാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ഇനി അറിവായേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ വലിയ അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വലിയ പുകപടലങ്ങൾ പ്രദേശത്താകെ വ്യാപിച്ചിരിക്കുകയാണ്. തുണി മുഴുവനായി കത്തിത്തീരുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ആണ് പ്രാഥമികമായി നമുക്ക് നൽകാനാവുന്ന വിവരങ്ങൾ. ആളപായമുണ്ടോ എന്ന് ഇനി അറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും തുണി ആയതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം. ജിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തുണി നിന്ന് കത്തുകയുമാണ്. ഇത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുകയാണോ? തീർച്ചയായും തുണികൾ തീ പടർന്നു പിടിച്ചുകൊണ്ട് തുണി മൊത്തം കത്തിത്തീരുന്ന സാഹചര്യം ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക. അത് തന്നെയാണ് ഈ പുകപടലങ്ങളുടെ വ്യാപ്തി സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചേക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ സ്ഥലത്ത് നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ അധിക ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വൻ പുകപടലങ്ങൾ പ്രദേശത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ഉള്ള തുണി മുഴുവൻ കത്തിത്തീരുന്ന സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്ന ആശങ്ക ഇവിടെയുള്ളവർക്കുണ്ട്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മറ്റു കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ്
നമുക്ക് ഇപ്പോൾ പറയാനാവുക. നിരവധി കടകളാണ് സമീപ പ്രദേശങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടോ? അഞ്ചു, അതെല്ലാം സ്വാഭാവിക നടപടികളാണ്. അത്തരത്തിലുള്ള മുൻകരുതലുകളും നടപടികളും എല്ലാം തന്നെ ഉണ്ടായേക്കും. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ ഉറപ്പാണ്. എന്തായാലും മാത്രമാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനുള്ള പ്രാഥമിക ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിതിൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖല കൂടിയാണ്. അത്തരത്തിൽ എന്തെങ്കിലും സുരക്ഷാ നടപടികളിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങേണ്ടതില്ലേ? അഞ്ചു, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശത്താണ് രാജധാനി ബിൽഡിംഗ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്ന ഗോഡൌൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അധിക സുരക്ഷാ മേഖലയുമാണ്. സദാസമയവും ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തും കേന്ദ്ര സേനകളുടെ ഭാഗത്തും ഉണ്ടാകാറുണ്ട്. അത് ഇപ്പോഴും ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് തീ അണയ്ക്കാനുള്ള കൂടുതൽ ശ്രമങ്ങളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുരന്തത്തിന്റെ അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ വ്യാപ്തി അറിവായിട്ടില്ല. അകത്ത് എത്രത്തോളം തീ പിടിച്ചിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഇനി കൂടുതൽ ഇത് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്നും തന്നെ അറിവായിട്ടില്ല. തീ അണച്ചുകൊണ്ടിരിക്കുന്ന പ്രാഥമിക നടപടികൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുകൂടെ ഇപ്പോൾ പറയാനാകാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പഴയ പോലെ ഇവിടെ തുടരുകയാണ്. കൂടുതൽ പോലീസും ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ജിതിൻ സൂചിപ്പിച്ചതുപോലെ നിലവിൽ 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഉള്ളത്. കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തും എന്ന വിവരം തന്നെയാണ് ഫയർഫോഴ്സ് അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ആദ്യം തന്നെ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഇപ്പോൾ ഒടുവിലായി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നു. അങ്ങനെ 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് വരും എന്നാണ് നമുക്കറിയാനാകുന്ന വിവരം. തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ അത് ഫയർഫോഴ്സ് യൂണിറ്റിന് നേരിടേണ്ടതായിട്ടുണ്ടോ? ഇപ്പോൾ കൂടുതലായി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീ പിടിച്ചിരിക്കുന്നു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീ പിടിച്ചത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തേണ്ട ഒരു സാഹചര്യം. അത്തരത്തിൽ വലിയ രീതിയിൽ വലിയ വ്യാപ്തി തന്നെ അപകടത്തിന് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് ഈ രാജധാനി ബിൽഡിംഗ്. അതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ മേഖല കൂടിയാണ് സംഭവം നടന്നിരിക്കുന്നത്. ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? തീ വീണ്ടും ആളിപ്പടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? ജിതിൻ, കേൾക്കാമെങ്കിൽ ഇപ്പോഴും തീ വലിയ രീതിയിൽ പടർന്നു പിടിക്കുക തന്നെയാണോ ചെയ്യുന്നത്? അഞ്ചു, തീപിടുത്തം ഉണ്ടായിരിക്കുന്ന ഗോഡൌണിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ടില്ല. പുറത്തു നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തീ പടർന്നു പിടിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അകത്ത് തുണിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുണികളിലേക്ക് തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പുറത്തു നിന്നും ലഭിക്കുന്ന വിവരം. ഇത് മൊത്തം കത്തിത്തീരാനുള്ള സാധ്യതയുണ്ടോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് സംബന്ധിച്ച് വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു. ഫയർഫോഴ്സ് ജീവനക്കാർ അകത്ത് തീ അണയ്ക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യവുമല്ല. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഴക്കേക്കോട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയ ജനത്തിരക്ക് ഏറെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സംഭവം അറിഞ്ഞ സ്ഥലത്തേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതൊക്കെ രക്ഷാപ്രവർത്തനത്തെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെ ബാധിക്കുന്നുണ്ടോ? അഞ്ചു, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കാരണം കിഴക്കേക്കോട്ടെ രാജധാനി ബിൽഡിംഗിലെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. താഴെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിർത്തിക്കൊണ്ട് മുകളിലേക്ക് ജലം
തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പേര് സ്ഥലത്ത് തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തെയോ അല്ലെങ്കിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തെയോ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല. ഈ നിയന്ത്രണ വിധേയമാക്കാനാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. പെട്ടെന്ന് തന്നെ തീപിടുത്തമുണ്ടായി ഉടനെ തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തീവ്രമായ എന്തെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാനാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ജിതിനിലേക്ക് തന്നെ തിരികെ എത്താം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചിരിക്കുന്നു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചിരിക്കുന്നു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ജിതിൻ ചന്ദ്രൻ തന്നെ ചേരുന്നു സംഭവ സ്ഥലത്തു നിന്നും. ജിതിൻ, നിലവിൽ പുകയൊക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് സ്ഥലത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് ഏത് രീതിയിൽ പുരോഗമിക്കുകയാണ്? തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് അധികൃതർ 3ാമത്തെ നിലയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് അധികൃതർ മേലെ നിലയിലെത്തിക്കൊണ്ട് തീ അണച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിലവിൽ നിയന്ത്രണ വിധേയമാക്കാൻ ആയിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദൃശ്യങ്ങളിലും ഇവിടെ വലിയ പുകപടലങ്ങളാണ് പ്രദേശത്താകെ വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തുള്ള തുണികളിൽ ഈ പടർന്നു പിടിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒപ്പം തന്നെ അകത്ത് ആളുണ്ടായിരുന്നു എന്നും അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം നിലവിലെ അടുത്തുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിക്കാനുള്ള സാധ്യതയില്ല എന്ന വിവരമാണ് ഫയർഫോഴ്സ് സേനയുള്ള ഫയർഫോഴ്സ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അത് ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എന്തായാലും തീപിടുത്തമുണ്ടായി അല്പസമയത്തിനകം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അപ്പോൾ തന്നെ ആദ്യം തന്നെ 4 ഫയർഫോഴ്സുകൾ എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് വലിയ കൂടുതൽ തീ പടരാനുള്ള സാധ്യത ഒഴിവാക്കാനായി എന്നാണ് നമുക്ക് കരുതാനാവുക. എങ്കിലും അപകടത്തിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് തുണി ആയതിനാൽ ഈ തുണി മൊത്തം കത്തിച്ച് കൂടുതൽ തുണികളിലേക്ക് തീ പടർന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യാപ്തി ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് 5 ഫയർഫോഴ്സിലെത്തിയപ്പോൾ തീ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കടകംപള്ളി ഇപ്പോൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ തീ അണയ്ക്കുന്ന പ്രവർത്തനങ്ങൾക്കും മറ്റും നിയന്ത്രിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് കൂടുതൽ പോലീസ് സേനാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ജിതിൻ, ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു പുക ചുരുളുകളാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ ആയിട്ടില്ല എന്നുള്ള ഒരു സൂചനകളാണോ വരുന്നത്? അകത്ത് തീ പൂർണ്ണമായും നിയന്ത്രിച്ച് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തീ പൂർണ്ണമായും ഇപ്പോഴും അണയ്ക്കാനായിട്ടില്ല എന്നതാണ് നമുക്ക് ഇവിടെ നിന്നും വ്യക്തമാകുമ്പോൾ. ഇപ്പോഴും ഗോഡൌണിനകത്തു നിന്നും വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശം ആദ്യ പുക പടലങ്ങളാൽ മൂടിയിരിക്കുകയാണ് നിലവിൽ. അതുകൊണ്ട് തന്നെ അകത്ത് ഇപ്പോഴും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന വിവരം. അതേസമയം തന്നെ ഇത് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് 3ാമത്തെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാനാകാത്ത അവസ്ഥയുമാണുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാകാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ദ്രുതഗതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീവ്രമായ ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തുണി ആയതിനാൽ അധികം തുണികളിലേക്ക് തീ പടർന്നു പിടിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ പറയാനാവുക. ഒരു പ്രാഥമിക വിവരമായി അതാണ് നമുക്ക് നൽകാനാവുക. കൂടുതൽ തുണികളിലേക്ക് തീ പടർന്ന സാഹചര്യമാണുള്ളത്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരാനുള്ള സാധ്യത ഇല്ല എന്നാണ് നമുക്ക് പുറമെ നിന്ന് കാണുമ്പോൾ മനസ്സിലാക്കാനാവുന്നത്. അത് അടുത്തൊന്നും വലിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അടുത്ത ഏറ്റവും മുകളിലത്തെ നിലയിലായതിനാൽ തന്നെ അതിനോട് ചേർന്ന മറ്റ് കെട്ടിടങ്ങളൊന്നും തന്നെ ഇല്ല. അതിനാൽ അത്തരത്തിലൊരു ആശങ്ക വലിയ തോതിൽ പറയാനാകില്ല. അതേപോലെ തന്നെ ഈ ഗോഡൌണിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്.
സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും നിലവിൽ ലഭ്യമാകുന്നില്ല. എന്തായാലും തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഒട്ടേറെ പോലീസ് സേനാംഗങ്ങളും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം സ്ഥലത്ത് രൂപപ്പെട്ടിരുന്നു. അത് അല്പം മുമ്പ് പോലീസ് എത്തി നിയന്ത്രിച്ചുകൊണ്ട് ഇരുപക്ഷങ്ങളിലേക്കുമായി മാറ്റിയിട്ടുണ്ട്. എന്തായാലും തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രണം ചെയ്യാനായിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാനുള്ളത്. ജിതിന്, തീപിടുത്തം സംബന്ധിച്ച് തീപിടുത്തം എങ്ങനെ ഉണ്ടായി, എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? ഒപ്പം ഒരു തുണി ഗോഡൌൺ എന്ന നിലയിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട സ്ഥലത്ത് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാത്തതിന്റെ ഒരു പോരായ്മയാണോ സംഭവിച്ചത്? ഷോർട്ട് സർക്യൂട്ടോ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. തീപിടുത്തത്തിനുള്ള കാരണമോ അല്ലെങ്കിൽ ഈ കാര്യത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. അല്പസമയം മുമ്പ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് മാത്രമാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ തീപിടുത്തത്തിനുള്ള കാരണം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും നിലവിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോഴും തീ അകത്ത് പടരുകയാണ് എന്നാണ് പുറത്തു നിന്നും പുകപടലങ്ങൾ വ്യാപിക്കുന്നത്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചിരിക്കുന്നു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ സ്ഥലത്ത് നിറഞ്ഞിരിക്കുന്നു. നിലവിൽ 5 യൂണിറ്റ് സംഘം എത്തിയാണ് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശത്ത് ആണ്, രാജധാനി ബിൽഡിംഗിലാണ് സംഭവം നടന്നിരിക്കുന്നത്. എന്താണ് അപകട കാരണം, തീപിടിക്കാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല. തുണി ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുണി നിന്ന് കത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീ അണയ്ക്കാനോ നിലവിൽ നിയന്ത്രിക്കാനോ ആയിട്ടില്ല എന്ന് വേണം നിലവിലെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉയരുന്ന ഒരു സാഹചര്യം. എന്തായാലും 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി സ്ഥലത്ത് തമ്പടിച്ച് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും കിഴക്കേക്കോട്ട പോലുള്ള വലിയ ജനസാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് ഇത്തരമൊരു സംഭവം അതീവ ഗുരുതരമാണ്. തന്നെയുമല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അതീവ സുരക്ഷാ മേഖല അവിടെ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം നിരവധി ആളുകൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ രക്ഷാപ്രവർത്തനത്തെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളെ നേരിയ രീതിയിലെങ്കിലും ബാധിച്ചേക്കും എന്നുള്ള ഒരു സൂചനകളാണ് ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ഒരു തീ ഇപ്പോഴും പടർന്നു പിടിക്കുന്നു എന്ന് വേണം കരുതാൻ. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുണി ഗോഡൌണിനാണ്, പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുണി ആയതിനാൽ തന്നെ വളരെ വേഗം തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തുണി നിന്ന് കത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ സമീപ പ്രദേശങ്ങളിലെ കടകളിലേക്ക് തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഒരു പക്ഷേ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സ്ഥലം. നിരവധി കടകളാണ് സമീപ പ്രദേശങ്ങളിലൊക്കെയും ഉള്ളത്. ഇത്തരത്തിൽ ഗോഡൌണിന് ആണ് തീ പിടിച്ചത് എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തീയാണ്. തീപിടുത്തത്തിന്റെ വ്യാപ്തി വളരെ കൂടിയിരിക്കാം എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത്. തീ പിടിച്ച സ്ഥലത്തേക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അധികൃതർ നൽകുന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ സ്ഥലത്ത് ഉയരുകയാണ്. ജിതിൻ ചന്ദ്രൻ ചേരുന്നു സംഭവ സ്ഥലത്തു നിന്നും. ജിതിൻ, ഇപ്പോഴും വലിയ രീതിയിലുള്ള പുകച്ചുരുളുകൾ ഉയരുന്നു. തീ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല എന്ന് വേണോ കരുതാൻ? ഇത് മാറിപ്പോലെ എത്ര ഡിസ്റ്റൻസിലെ പോവേ
തീപിടുത്തം ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്ന വിവരമാണ് നമുക്കിപ്പോൾ പറയാനാവുക. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഗോഡൌണിനകത്തുനിന്നും വലിയ രീതിയിലുള്ള പുകപടലങ്ങളാണ് നിലവിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുണിയിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് പുറത്തുനിന്നും നിലവിൽ നൽകാനാവുന്ന വിവരം. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ വസ്ത്ര വ്യാപാരശാലയുടെ ഗോഡൌണിനാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒന്നാമത്തെ നിലയിൽ ആദ്യം തീ കാണുകയായിരുന്നു. ഇത് പിന്നീട് മേലേക്ക് വ്യാപിക്കുകയായിരുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന പ്രാഥമിക വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊരു സ്ഥിരീകരണം, ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തീപിടുത്തമുണ്ടായി മിനിറ്റുകൾക്കകം തന്നെ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഈ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നീട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഇങ്ങോട്ട് എത്തുകയുണ്ടായി. ഇപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്താനും പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രിക്കാനുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി പറയാനാവുക. പുറത്തുനിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളിൽ നിന്നും അങ്ങനെയാണ് മനസ്സിലാക്കാനാവുക. ഈ പ്രദേശമാകെ ഇപ്പോൾ പുകപടലങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. അകത്ത് കൂടുതൽ തുണികളിലേക്ക് തീ പടർന്നു പിടിച്ചിരിക്കുകയാണ് എന്ന് വേണം ഇതിൽ നിന്നും വിലയിരുത്താൻ. എന്നാൽ അതേസമയത്ത് തന്നെ അടുത്തുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ വ്യാപിക്കുന്ന സാഹചര്യം ഇല്ല എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. ഇതിനോട് ചേർന്ന മറ്റ് കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഇല്ല. അങ്ങോട്ട് തീ വ്യാപിക്കുന്ന സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് പറയാനാവുക. അതേസമയം തന്നെ അകത്ത് ഗോഡൌണിനകത്തെ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നും ലഭിക്കുന്ന വിവരം. അകത്ത് ആളുകൾ ഉണ്ടായിരുന്നോ എന്നും അറിയേണ്ടിയിരിക്കുന്നു. ഇതാണ് ആശങ്കയുണർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഗോഡൌണിനകത്ത് ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഇതുവരെയും അറിയാനായിട്ടില്ല. എന്തായാലും നിലവിൽ ഈ ഫയർഫോഴ്സ് അധികൃതർ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ നിലയിലാണ് കൂടുതലായി തീ പടർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതൽ ഫയർഫോഴ്സ് അധികൃതർ ഇപ്പോൾ ഉള്ളത്. അവർ മാത്രമാണ് നിലവിൽ മുകളിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാനും ആയിട്ടില്ല. അതുകൊണ്ട് അകത്ത് എത്രത്തോളം തീ വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു വിവരം അകത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തമായ വിവരം നിലവിൽ നൽകാനാവില്ല. എന്തായാലും പുകത്താകെ ധൂമപടലങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. അകത്ത് തീ നിയന്ത്രിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുകളിലേക്ക് കൂടുതൽ ഫയർഫോഴ്സ് സേനാംഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാനുള്ള കഠിനമായ ശ്രമങ്ങളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ സ്ഥലത്തെത്തിക്കാനുള്ള ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ പുകപടലങ്ങൾ അകത്തു നിന്നും ഉണ്ടാകുമ്പോൾ തീ കൂടുതൽ തുണികളിലേക്ക് പടർന്നു പിടിക്കുകയാണ് എന്നാണ് നമുക്ക് നിലവിൽ പുറത്തുനിന്നും നൽകാനാകുന്ന വിവരം. അഞ്ജു, തീർച്ചയായും അത് തന്നെയാണ് ജിതിൻ. ഒരുപക്ഷെ ഏറെ ആശങ്ക ഉളവാക്കുന്നത് ആളപായം ഉണ്ടോ എന്ന ഒരു കാര്യത്തിൽ തന്നെയാണ്. അത്തരത്തിൽ യാതൊരുവിധ സൂചനകൾ ഏതാണ്ട് 10 മിനിറ്റോളമാകുന്നു സംഭവം നടന്ന്. അത്തരത്തിലൊരു വിവരവും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ കരുതാൻ? തീർച്ചയായും മഞ്ജു, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് നിലവിൽ അറിവായിട്ടില്ല. അകത്ത് ആളുണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ആശങ്കയുണർത്തുന്ന കാര്യം. തീ അല്പസമയത്തിനകം നിയന്ത്രണ വിധേയമാക്കാനായിരിക്കും. പക്ഷേ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് നിലവിൽ അറിയേണ്ടിയിരിക്കുന്നത്. നിലവിൽ അങ്ങനെ അത്തരത്തിലുള്ള യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. എങ്കിലും ഇത് സംബന്ധിച്ച് ഇതുമായി ഗോഡൌണുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരെങ്കിലുമോ നമുക്ക് ഇതുവരെ കാണാനോ അവരിൽ നിന്ന് ഫയർഫോഴ്സിനും അവരിൽ നിന്ന് അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്തായാലും മേലേക്ക് ഗോഡൌണിനകത്തേക്ക് ഗോഡൌണിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാനുമായിട്ടില്ല. അതുകൊണ്ട് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി നമുക്ക് ഇതുവരെ അറിവായിട്ടില്ല. ഒപ്പം തന്നെ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്കയുണർത്തുന്ന കാര്യവും. ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ തീപിടുത്തത്തിനുള്ള കാരണം എന്ത് എന്നതും പ്രസക്തമായ കാര്യമാണ്. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് നിലവിൽ കരുതുന്നത്. എങ്കിലും അക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗോഡൌണിലെ 1ാമത്തെ നിലയിൽ ആദ്യം ചെറിയ തോതിലുള്ള തീ കാണുകയായിരുന്നു. ഇത് പെട്ടെന്ന് വ്യാപിച്ച് തുണികളായതുകൊണ്ട് തന്നെ തുണികളിലേക്ക് തീ പടർന്നുകൊണ്ട് പെട്ടെന്ന് ഇത് 3ാം നിലയിലേക്ക് വ്യാപിക്കുന്ന
സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളിപ്പോൾ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറകിലെ വശത്താണ് ഈ ഗോഡൗണിൻ്റെ താഴെ നിലകൾ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ നില ഇപ്പോൾ കാണുന്ന കെട്ടിടത്തിൻ്റെ പുറകു വശത്തായിരുന്നു. അതേസമയം തന്നെ ഈ കെട്ടിടത്തിൻ്റെ മൂന്നാമത്തെ നില മുകൾ ഭാഗത്ത് മുഴുവൻ ഈ ഗോഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ നിലയിൽ ഏറ്റവും മുകളിലത്തെ നിലയിലെ ഗോഡൗണിലാണ് തീ വ്യാപകമായി പിടിച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ തുണിയിലേക്ക് തീ പടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കരുതാനാവുക. വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ ഈ മുകളിലത്തെ നിലയിൽ നിന്നും ഇപ്പോഴും പ്രവഹിക്കുകയാണ്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തീ അണയ്ക്കുന്നതിനായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് കൂടുതൽ പോലീസ് സേനാംഗങ്ങളും എത്തിയിട്ടുണ്ട്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ ആൾക്കൂട്ടവും ഇപ്പോൾ സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ പോലീസ് ഇടപെട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള രാജധാനി ബിൽഡിങ്ങിലാണ് ഇത്തരത്തിൽ വലിയ തലസ്ഥാന നഗരത്ത് അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി പറയാനാവുക. എന്തായാലും 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആവശ്യമെങ്കിൽ സ്ഥലത്തെത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും തീ പടർന്നു പിടിക്കുന്നു അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് നിലവിൽ ഇവിടെ നിന്നും നൽകാനാവുന്ന വിവരം. അഞ്ജു, ജിതിൻ, ഈ ഗോഡൌണിന് സമീപമുള്ള കടകൾ അത് ഏത് തരത്തിലുള്ളവയാണ്? ഇത്തരത്തിൽ ഗോഡൌണുകളോ മറ്റു കടകളോ ഒക്കെയാണോ? അവിടേക്ക് തീ പടരാനുള്ള ഒരു സാഹചര്യം അതും എങ്ങനെയാണ്? അഞ്ചു, ഗോഡൌണിന് സമീപമുള്ള മറ്റ് കെട്ടിടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് കടകളിലേക്കോ നിലവിൽ തീ പടരുന്ന സാഹചര്യമില്ല എന്ന് നമുക്ക് പറയാനാകും. ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരവും അത്തരത്തിലാണ്. അതിനുള്ള കാരണം ഈ തീ പിടുത്തമുണ്ടായിരിക്കുന്ന ഗോഡൌണിനോട് ചേർന്ന മറ്റ് കെട്ടിടങ്ങളൊന്നും തന്നെയില്ല. നമ്മളിപ്പോൾ അതായത് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട കെട്ടിടത്തിൻ്റെ പുറകുവശത്ത് ആണ് ഗോഡൌൺ ഉണ്ടായിരുന്നത്. ഗോഡൌണിൻ്റെ താഴത്തെ നിലകൾ അങ്ങനെയായിരുന്നെങ്കിൽ മേലെ മുകളിലത്തെ നിലയിൽ അല്പം ഉള്ളിലേക്ക് ആണ് ഈ ഗോഡൗൺ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗോഡൗണിനോട് ചേർന്ന മറ്റ് കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് മറ്റ് കെട്ടിടങ്ങളിലേക്കോ കടകളിലേക്കോ തീ വ്യാപിക്കുന്നതിനുള്ള സാഹചര്യമില്ല എന്നാണ് ഫയർഫോഴ്സ് അധികൃതരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അത്തരത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നില്ല. അതേസമയം തന്നെ അകത്ത് ആളുണ്ടായിരുന്നോ എന്ന അറിവാകാത്ത ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ പ്രധാനമായും ആശങ്കയുണർത്തുന്നത്. ഒപ്പം തന്നെ ഈ തുണികളിൽ തീ പടർന്നിരിക്കുന്നതിനാൽ കൂടുതൽ തുണികളിലേക്ക് തീ വ്യാപിക്കാനും അത് നിയന്ത്രണ വിധേയമാക്കാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന കാര്യവുമാണ് ഇപ്പോൾ സംശയവും ആശങ്കയും ഉണർത്തുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് ഇപ്പോൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കാനാവുന്ന വിവരം. അതേസമയം തന്നെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനാകാത്തത് അല്ലെങ്കിൽ അകത്തെ ദൃശ്യങ്ങൾ പകർത്താനാകാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ അകത്ത് എത്രത്തോളം തീ പടർന്നിരിക്കുന്നു അല്ലെങ്കിൽ ഈ അപകടം എത്രത്തോളം വ്യാപ്തി അപകടത്തിനുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത കൈവരേണ്ടിയിരിക്കുന്നു. എന്തായാലും അകത്ത് ഇപ്പോഴും തീ പടരുകയാണ് എന്ന് തന്നെയാണ് പുറത്തു നിന്നും നമുക്ക് നിലവിൽ മനസ്സിലാക്കാനാകുന്നത്. പുക ഇപ്പോഴും അവിടെ നിന്നും പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൂടുതൽ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ ഇപ്പോൾ ഗോഡൌണിന് അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവിടെ തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. അതേസമയം തന്നെ ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായ കൃത്യമായ ഇടപെടൽ, ദ്രുതഗതിയിലുള്ള അവരുടെ പ്രവർത്തനം തന്നെയാണ് ഇത്ര പെട്ടെന്നെങ്കിലും തീ ഏറെക്കുറെയെങ്കിലും നിയന്ത്രിക്കാനായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അപകടം നടന്ന് അടുത്ത മിനിറ്റുകൾക്കകം തന്നെ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ അപകടം തീപിടുത്തമുണ്ടായി ഒരു 20 മിനിറ്റെങ്കിലും പിന്നിട്ട് കഴിഞ്ഞു. ഇതിനോടകം തന്നെ 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ എത്തി തീ അണയ്ക്കാനുള്ള വലിയ ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എങ്കിലും തീ പൂർണ്ണമായും നിലവിൽ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല അല്ലെങ്കിൽ തീ ഇപ്പോൾ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പുറത്തു നിന്നും മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ജു, ജിതിൻ, ഈ ഗോഡൌൺ കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന തരത്തിൽ കൂടി വാർത്തകൾ വരുന്നു. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ബിൽഡിംഗ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ടോ?
അഞ്ചു, ബിൽഡിംഗ് പൂർണ്ണമായി കത്തി നശിച്ചു എന്ന് പറയാനാവില്ല. ബിൽഡിങ്ങിന് മൂന്നാമത്തെ നിലയിലടക്കം ബിൽഡിങ്ങിന് പുറമേ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ പൂർണ്ണമായി കത്തി നശിച്ചു എന്ന് പറയാനാകുന്ന ഒരു സാഹചര്യമില്ല. അതേസമയം തന്നെ അകത്തെ തുണികൾ ഒരുപക്ഷെ പൂർണ്ണമായും കത്തി നശിച്ചേക്കാം. അതിനുള്ള വലിയൊരു സാധ്യതയാണ് കാണുന്നത്. അതേസമയം കെട്ടിടത്തിന് പുറമേ നിന്ന് നോക്കുമ്പോൾ കെട്ടിടം കത്തി നശിക്കുന്നത് അല്ലെങ്കിൽ കാര്യമായ നാശനഷ്ടങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇല്ല. അതേസമയം തന്നെ അകത്തെ തുണി പൂർണ്ണമായും കത്തിത്തീരാനുള്ള അല്ലെങ്കിൽ കത്താനുള്ള ഒരു വലിയ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. തീ തുണികളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതേസമയം തന്നെ ഗോഡൗണിൻ്റെ കെട്ടിടം തകരുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് കത്തി നശിക്കുന്ന സാഹചര്യമോ ഒന്നും തന്നെ നിലവിൽ ഉണ്ടായിട്ടില്ല. അതേസമയം തീ പൂർണ്ണമായും പടരാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ നമുക്ക് പറയാനാവുക. ഒരു ഗോഡൌൺ എന്ന നിലയിൽ സ്വാഭാവികമായും ഒരു സെക്യൂരിറ്റി അത്തരത്തിൽ ആരെങ്കിലും ഉണ്ടാവേണ്ടതല്ലേ? അങ്ങനെയെങ്കിൽ ഒരു അപകട സാധ്യത, ആളപായം അത്തരത്തിൽ കൂടി വേണ്ടേ മനസ്സിലാക്കാൻ? അഞ്ചു, അത്തരം കാര്യങ്ങളെല്ലാം അറിയേണ്ടിയിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലാണ്. ഫയർഫോഴ്സ് അധികൃതർക്കൊപ്പം മേലെയുള്ള ചില തൊഴിലാളികളെയും മറ്റും അല്ലെങ്കിൽ ഇത് ഗോഡൗണിലെ ജീവനക്കാരാണോ അല്ലെങ്കിൽ അടുത്ത കടകളിലെ ആൾക്കാരാണോ അത്തരത്തിലുള്ള ആളുകളും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അകത്ത് ഗോഡൗണിൽ ജീവനക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാരോ മറ്റാരെങ്കിലും ചുമതലയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിലാണ്. ഫയർഫോഴ്സ് അധികൃതർക്കും ഫയർഫോഴ്സ് ജീവനക്കാർക്കൊപ്പം നാട്ടുകാരും സമീപത്തെ കടകളിലുള്ളവരുമെല്ലാം തന്നെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച അഞ്ചുകൊണ്ടിൻ്റെ ചോദ്യം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ വരും നിമിഷങ്ങളിലെ അറിയാനാകൂ. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനാകാത്തത് കൊണ്ട്, തീ അണയ്ക്കാനാകാത്തത് കൊണ്ട് തന്നെ എല്ലാവരും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഞ്ചു. ശരി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചിരിക്കുന്നു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌൺ, രാജധാനി ബിൽഡിങ്ങിലുള്ള പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീപിടിച്ചിരിക്കുന്നത്. നിലവിൽ 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ്. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ സ്ഥലത്ത് ഉയർന്ന് ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കടയിലുള്ള കെട്ടിടത്തിനുള്ളിലെ തുണിത്തരങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട് എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാൻ. എന്തായാലും വലിയൊരു ദുരന്തം ആണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തീപിടുത്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി കെട്ടിടത്തിനുള്ളിലെ തുണിത്തരങ്ങൾ, പ്രമുഖ വസ്ത്രനിർമ്മാണശാലയുടെ കെട്ടിടത്തിനാണ് തീപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗോഡൌൺ ആണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഉയർന്ന ആശങ്ക ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ഇതുവരെ അത്തരത്തിലുള്ള യാതൊരു റിപ്പോർട്ടുകളും സൂചനകളും ഒന്നും ലഭിച്ചിട്ടില്ല. ഇനിയും തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം മാത്രമേ ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരികയുള്ളൂ.